രാജ്യത്തെ 841 പുതിയ കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചു. 227 ദിവസത്തിനിടെ ഏറ്റവും ഉയർന്ന കണക്കാണിത്. നിലവിൽ 4309 കോവിഡ് ബാധിതരാണ് രാജ്യത്തുള്ളത്. വൈറസ് ബാധ മൂലം രാജ്യത്ത് 3 പുതിയ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. കേരളം, കർണാടക, ബീഹാർ എന്നിവിടങ്ങളിലാണ് കോവിഡ് മരണമുണ്ടായത്. ഞായറാഴ്ച രാവിലെ 8 മണിവരെയുള്ള കണക്കാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടത്. ശനിയാഴ്ച ഇന്ത്യയിൽ 743 പുതിയ കോവിഡ് കേസുകളും 7 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഡിസംബർ 5 വരെ പ്രതിദിന കോവിഡ് കേസുകൾ ഇരട്ട അക്കത്തിലേക്ക് താഴ്ന്നിരുന്നു. എന്നാൽ അടുത്തിടെയായി പ്രതിദിന കേസുകളുടെ വർധനവ് ആശങ്കയുയർത്തുകയാണ്. 2020 ജനുവരിയിൽ കോവിഡ് വ്യാപനത്തിന് പിന്നാലെ ഇന്ത്യയിൽ 4.50 കോടി കോവിഡ് കേസുകളും 5,33,361 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച വരെ 9 സംസ്ഥാനങ്ങളിൽ JN1 സബ് വേരിയന്റിന്റെ 178 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗോവയിലാണ് ഏറ്റവും അധികം കേസുകൾ. 47 പേർക്കാണ് ഗോവയിൽ മാത്രം കോവിഡ് ഉപവകഭേദം സ്ഥിരീകരിച്ചത്. 41 കേസുകൾ കേരളത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിൽ 36, കർണാടകയിൽ 34, മഹാരാഷ്ട്രയിൽ 9, രാജസ്ഥാനിലും തമിഴ്നാട്ടിലും 4 വീതം, തെലങ്കാനയിൽ നിന്ന് 2, ഡൽഹിയിൽ നിന്ന് 1 എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്ക്. കോവിഡ് കേസുകളുടെ വർധനയ്ക്കിടയിലും ഇന്ത്യയുടെ രോഗമുക്തി നിരക്ക് 98.81% ഉയർന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. 4.44 കോടി പേരാണ് സുഖം പ്രാപിച്ചത്. ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് രാജ്യവ്യാപകമായി വാക്സിനേഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി 220.67 കോടി ഡോസ് വാക്സിനേഷൻ നൽകിയിട്ടുണ്ട്. പുതുവത്സര ആഘോഷങ്ങൾക്ക് ജാഗ്രത പാലിക്കണമെന്നും വൈറസ് കൂടുതൽ വ്യാപിക്കുന്നത് തടയാൻ COVID-19 സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രായമായവരോടും മറ്റ് അസുഖങ്ങളുള്ളവരോടും തിരക്കേറിയ സ്ഥലങ്ങൾ ഒഴിവാക്കാനും മാസ്ക് ധരിക്കാനും വിദഗ്ധർ നിർദ്ദേശിച്ചു. അതേസമയം കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് തൽക്കാലം കടക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് അധികൃതർ. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് JN1 സബ് വേരിയന്റ് ആദ്യമായി കണ്ടെത്തിയത്. ഒമിക്രോണിൻ്റെ ഉപവകഭേദമായ BA.2.86 നിന്നാണ് ഇത് രൂപപ്പെട്ടത്. 2020 തുടക്കത്തിൽ BA.2.86 ആണ് കോവിഡ് കേസുകളുടെ വർധനവിന് കാരണമായത്. എന്നാൽ വലിയ വ്യാപനത്തിന് BA.2.86 കാരണമായില്ലെന്നും പറയാം. എന്നാൽ JN1ൻ്റെ സ്പൈക്ക് പ്രോട്ടീനിലെ ഒരു അധിക മ്യൂട്ടേഷൻ ഉള്ളതിനാൽ ഇത് വിദഗ്ധരെ ആശങ്കയിലാക്കുന്നുണ്ട്. അതേസമയം JN1 സബ് വേരിയന്റ് ഏതെങ്കിലും കാര്യമായ ഭീഷണി ഉയർത്തുമെന്ന് WHOയ്ക്ക് ഇതുവരെ സ്ഥിരീകരിക്കാനുമായിട്ടില്ല. സാധാരണ കോവിഡ് ലക്ഷണങ്ങളിൽ പനി, വിറയൽ, ചുമ, ശ്വാസതടസ്സം, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, ക്ഷീണം, പേശിവേദന, തലവേദന, രുചിയോ മണമോ നഷ്ടപ്പെടൽ, തൊണ്ടവേദന, മൂക്കൊലിപ്പ്, ഓക്കാനം, ഛർദി എന്നിങ്ങനെ ഉൾപ്പെടുന്നു. ഓരോ വ്യക്തിയുടെ പ്രതിരോധ ശേഷി കണക്കിലെടുത്ത് ഈ ലക്ഷണങ്ങളിൽ ചിലത് പ്രകടമായേക്കാം. JN1 ശക്തമായ പ്രതിരോധ ശേഷിയുള്ളവയെ പോലും എളുപ്പത്തിൽ ബാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഏറ്റവും വേഗത്തിൽ വളരുന്ന വേരിയന്റാണ് JN1 എന്ന് US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്.